അസ്സലാമലൈക്കും. ഇന്ന് വന്നിട്ടുള്ളത് ഒരു എനർജി ഡ്രിങ്കുമായിട്ടാണ്. നമുക്കൊന്ന് റമദാൻ മാസം ആയതുകൊണ്ട് ഇപ്പോൾ നോമ്പ് തുറക്കുന്ന ടൈമിൽ ഭയങ്കര ക്ഷീണം വരും. ആ ക്ഷീണം മാറ്റാനുള്ള ഒരു ഡ്രിങ്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊരു ഗ്ലാസ് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 2-3 ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിൻ്റെ തുല്യമാണ്. അത്രയ്ക്ക് നല്ലൊരു എനർജി ആയിട്ടുള്ള ഡ്രിങ്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കാം കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ പാലാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 500 ml പാലുണ്ട് കേട്ടോ. ഇത് ഞാൻ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്നത് പാലിലാണ്. നല്ല ഫ്രഷ് മിൽക്കാണിത്. അപ്പോൾ ഞാനത് ഇളക്കി കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് വേണ്ട കൂട്ടെടുക്കുകയാണ്. അപ്പോൾ ഞാൻ എടുക്കുന്നത് കുകപ്പൊടിയാണ്. അപ്പോൾ നമുക്ക് ശരീരം തണുക്കാനുള്ള ഒരു ഏറ്റവും നല്ലൊരു മരുന്നാണ് കുകപ്പൊടി. അപ്പോൾ ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുക്കുക. മൂത്രതടസ്സത്തിൻ്റെ അസുഖങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് കുടിച്ചാൽ മതി. അപ്പോൾ ഇത് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഞാൻ കട്ടയില്ലാതെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പാലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്കാണ് ഇത് ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. പാൽ ഒഴിച്ച ഉടനെ തന്നെ ഇത് ഒഴിച്ച് കൊടുക്കരുത്. അപ്പോൾ പെട്ടെന്ന് കട്ട പിടിച്ച് പോകും. അപ്പോൾ ചെറു ചൂടിലാണ് ഇത് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ പാൽ ചെറിയൊരു ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനി മിക്സ് ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് ഒഴിച്ച് കൊടുത്താൽ അപ്പം തന്നെ നമ്മൾ ഇളക്കണം കേട്ടോ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും. ഇനി കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് ചേർക്കുന്നത് തേങ്ങയാണ്. അപ്പോൾ ഞാൻ 1 കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട്. അതായത് കുടിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് അല്ല, അതിന് വേണ്ടിയിട്ട് ചേർക്കുകയാണ്. ഇനി അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഏലക്കപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയാണ് ഇട്ടിട്ടുള്ളത്. ഇനി പഞ്ചസാര വേണ്ടവർക്ക് അത് ഇട്ട് കൊടുക്കാം. ശർക്കര ഇടുകയാണ് ഒന്നും കൂടി നല്ലത്. പിന്നെ ഞങ്ങൾ മധുരത്തിനനുസരിച്ച് ഞങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇട്ടിരിക്കുന്നത് ഇപ്പോൾ ഏലക്കപ്പൊടിയാണ്. അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ളതാണ്. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത്. ഇപ്പോൾ നമ്മൾ എത്ര ജ്യൂസ് കുടിച്ചാലും നമ്മുടെ ശരീരം എത്ര തണുത്ത് കിട്ടില്ല. അപ്പോൾ നമ്മൾ ശരീരം തണുക്കാൻ വേണ്ടിയിട്ട് ഇതൊരു 1/2 ഗ്ലാസ് കുടിച്ചാൽ മതി. മക്കൾക്കൊക്കെ കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇത് തിള വരുന്നുണ്ട്. നല്ലതുപോലെ തിളച്ച് പൊന്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. അപ്പോൾ നല്ലതുപോലെ പൊന്തി വരുന്നുണ്ട്. പതഞ്ഞിട്ട് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്നുകൂടെ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചൂട് പോകാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം. ഇത്രേ ഉള്ളൂ. പക്ഷേ നല്ല ടേസ്റ്റാണ്, നല്ലൊരു എനർജി ഡ്രിങ്കാണ്. ഇപ്പോൾ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കുടിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കുടിക്കാം. പക്ഷെ ഒന്നുകൂടി തണുത്താലാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഞാൻ ഇതുപോലെ ജഗ്ഗിലേക്ക് ഒഴിച്ചിട്ട് വെക്കുകയാണ്. നോമ്പ് തുറക്കുന്ന ടൈമിലാണ് ഇതെടുത്ത് പുറത്തൊക്കെ എടുത്തിട്ട് കുടിക്കണത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇപ്പോൾ തന്നെ കുടിക്കണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് കുടിച്ചാലും മതി. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഇനി വരുന്നതാണ്. അതുവരേക്കും അസ്സലാമു അലൈക്കും.